ഒയിറ്റ ഈ ബൈക്ക് 3 കൊല്ലവും 1 മാസമായി. 2021 നവംബർ ഫസ്റ്റ് വീക്കാണ് വണ്ടി എടുത്തത്. ഇപ്പോൾ ഏതാണ്ട് 43,000+ കിലോമീറ്റർ ഓടി. നമ്മൾ ബാറ്ററി പുതിയത് ഒരെണ്ണം വയ്ക്കാൻ പോവാണ്. 36Hൻ്റെ 60 വോൾട്ട് ബാറ്ററിയാണ് ഇതിലിരിക്കുന്നത്. എക്സ്ട്രാ നമ്മൾ ഇതിൻ്റെ മീറ്റർ ഒന്ന് മാറി കംപ്ലൈൻറ്റ് വന്നിട്ട് ഇതിലിപ്പോൾ 12,800 മറ്റേതൊരു 30,000 കിലോമീറ്റർ ഓടിയ മീറ്ററാണ് പഴയതിരിക്കുന്നത്. 32,000 കിലോമീറ്റർ ഓടിയതായിരുന്നു. അങ്ങനെ ഏതാണ്ട് 44,000 കിലോമീറ്റർ വണ്ടി ഓടി. അപ്പോൾ അത് കഴിഞ്ഞാൽ മീറ്ററിന് കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഈ ഫ്രണ്ടിലെ ഹാൻഡിൽ കവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ബ്രേക്ക് ഓയിൽ ഒഴിച്ചപ്പോൾ അത് ഡാമേജായി പൊട്ടി. അങ്ങനെ അതിന് കംപ്ലൈൻറ്റ് മാറ്റി. പിന്നെ സ്റ്റോക്ക് കൊണ്ടുപോകണതുകൊണ്ട് ഇവിടെയൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ പാച്ച് വർക്കൊക്കെ ഉണ്ട്. പിന്നെ കൺട്രോളറിന് ചെറിയ കംപ്ലൈൻറ്റ് വന്നു. കൺട്രോളർ മാറ്റി ഒരു പ്രാവശ്യം. അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ വന്നു. ഏതാണ്ടൊരു 35,000 രൂപയോളം നമ്മൾ എക്സ്ട്രാ ചിലവ് വന്നു. അപ്പോൾ അന്ന് 90,000-നാണ് വണ്ടി എടുത്തത്. 35,000 രൂപയോളം ചിലവ് വന്നു. ഇപ്പോൾ അങ്ങനെ ടോട്ടല് 1,25,000 ചിലവായിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ കറക്റ്റായിട്ട്. നമുക്ക് വണ്ടി ഒരു പ്രാവശ്യം വണ്ടി മോട്ടർ ഓഫായിട്ട് ഓട്ടോ വിളിച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്തു. അങ്ങനെ 35,000 രൂപ എക്സ്ട്രാ ചിലവ് വന്നു. ഇനിയിപ്പോൾ നാളെ ബാറ്ററി പുതിയത് എടുക്കുകയാണ്. നാളെ നമ്മൾ ചാലക്കുടിക്ക് പോകും. അപ്പോൾ കറക്റ്റ് മൈലേജ് ഇപ്പോഴത്തെ കിട്ടുക. ഇപ്പോൾ വണ്ടിയുടെ മൈലേജ് ക്ലിയർ റോഡാണെങ്കിൽ 50 കിലോമീറ്ററാണ് കിട്ടുന്നുള്ളൂ. നമ്മൾ സ്റ്റാർട്ടിങ് നമുക്ക് 90 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ടൗണിലാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 120 കിലോമീറ്റർ വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ടൗണിൽ 90 കിലോമീറ്റർ കിട്ടിയായിരുന്നു. ഇപ്പോൾ ടൗണിൽ നമുക്കൊരു 40-45 കിലോമീറ്ററാണ് മൈലേജ് കിട്ടുന്നുള്ളൂ. ബാറ്ററി ഡൗൺ ആയി 3 വർഷം കഴിഞ്ഞു. ലിഥിയം അയൺ തന്നെയാണ്. മാക്രോണിക് കമ്പനിയുടെ ലിഥിയം അയൺ ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവരുടെ കമ്പനിയുടെ 30-ൻ്റെയാണ് ഇപ്പോൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 2 ബാറ്ററി വെച്ചിട്ട് ഇനി ഓടിക്കാമെന്നാണ് കരുതുന്നത്. ബാറ്ററി വയ്ക്കണം, പിന്നെ ഈ പാനൽ മാറ്റണം, ബോഡി പാർട്സ് മാറ്റും. അതെല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി ചാലക്കുടിയിലാണ് നമ്മൾ വണ്ടി എടുത്തത്. അവിടേക്ക് തന്നെ പോവുകയാണ്. ചാലക്കുടിയിൽ കമ്പനി ഇപ്പോൾ അവിടെ മാറി. നമ്മൾ എടുക്കുമ്പോൾ സുൽത്താൻ ബത്തേരി ബേസ് ആയിരുന്നു ഒരു കമ്പനി. അപ്പോൾ അത് മാറിപ്പോൾ അവർ ചാലക്കുടിയിലുള്ള ഒരു പുതിയ ഓണറാണ് വണ്ടി കമ്പനി ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അപ്പോൾ അവിടേക്കാണ് നാളെ പോകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈ ആണ്. കാരണം ലോ സ്പീഡിൽ ഉള്ള വണ്ടി നമുക്ക് ഇപ്പോൾ ദിവസം 2 പ്രാവശ്യമായിട്ട് ചാർജ് ചെയ്യും. കാലത്ത് വണ്ടി എടുക്കും, പിന്നെ അതുപോലെ വൈകിട്ട് എടുക്കും. അങ്ങനെ 2 പ്രാവശ്യം ചാർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓടിക്കുന്നത്. പിന്നെ എനിക്ക് പഴയൊരു ഹീറോൻ്റെ ഒപ്റ്റിമ പ്ലസ് വണ്ടി ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ 2 വണ്ടിയും 3 ചാർജിങ്ങൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഓടുന്നത്. അപ്പോൾ ഇപ്പോൾ ബാറ്ററി എക്സ്ട്രാറിന് കയറ്റിയാൽ ഏതാണ്ട് 100+ മൈലേജ് കിട്ടും. 30Hന് അവർ കമ്പനി പറയുന്നത് ഒരു 75 കിലോമീറ്ററാണ്. പിന്നെ ഇതിൻ്റെ ഒരു 40, പഴയതിൻ്റെ ഒരു 40 കിട്ടും. അപ്പോൾ ഇത് 1 വർഷം കൂടി കഴിഞ്ഞാൽ ഈ ബാറ്ററി മാറ്റും. അപ്പോൾ അതുവരെ ഓക്കെ, വെൽ ഗോയിങ്. ഡീറ്റെയിൽ വീഡിയോ നമുക്ക് പാർട്സൊക്കെ മാറ്റിയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറയാം. മൊത്തം എങ്ങനെ 35,000 രൂപ എക്സ്പെൻസ് വന്നു, പിന്നെ ഇപ്പോൾ പുതിയ ബാറ്ററിയുടെ മൈലേജ് എല്ലാം കൂടി നാളെ ചാലക്കുടി പോയിട്ട് വരുമ്പോഴുള്ള വീഡിയോസൊക്കെ എടുത്ത് പുതിയ വീഡിയോ വേറെയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.